നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ട്രൂവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. മെയ് 14 ബംഗളൂരുവിൽ നിന്നും വന്ന വളരെ ഗുരുതരവും അതേസമയം കൗതുകമുണർത്തുന്നതുമായ ഒരു സംഭവമാണ് ഇത്തവണ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ തിരുട്ടു ഗ്രാമങ്ങളുണ്ടെന്നും അവിടെ നടക്കുന്ന മോഷണ പരമ്പരകൾ ദേശീയ തലത്തിൽ ചർച്ചയാകാറുണ്ടെന്നും നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ ബംഗളൂരുവിൽ ഒരു കാർ ഡ്രൈവർ നടത്തിയ മോഷണമാണ് ചർച്ചയാകുന്നത്. തന്റെ CA കാരനായ ബോസിന്റെ 1.5 കോടി രൂപയാണ് ഈ കാർ ഡ്രൈവർ തട്ടിയത്. അത്രയും വലിയ തുക മോഷണം നടത്തിയ അയാൾ കൃത്യനിർവഹണത്തിന് ശേഷം ആ തുക എന്ത് ചെയ്തു എന്നതാണ് ഇന്നത്തെ വിഷയം. ഇക്കഴിഞ്ഞ മെയ് 5 സംഭവം നടക്കുന്നത്. ബാംഗ്ലൂരിലെ കൊദന്തരാമപുരയിലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് 1.51 കോടി രൂപ അടങ്ങിയ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാനായി തന്റെ വിശ്വസ്ത കാർ ഡ്രൈവറായ രാജേഷ് BN ഏൽപ്പിക്കുന്നു. 10 വർഷമായി അക്കൗണ്ടന്റിന്റെ ഡ്രൈവറാണ് രാജേഷ്. തുക ബാങ്കിൽ അടയ്ക്കണമെന്നും തൽക്കാലം കാറിൽ കൊണ്ടുവയ്ക്കാനും ഇദ്ദേഹം കാർ ഡ്രൈവറോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ബാങ്കിലേക്ക് പോകാനായി അദ്ദേഹം താഴെ എത്തിയപ്പോൾ കാറിനെയും ഡ്രൈവർ രാജേഷിനെയും ആ പരിസരത്ത് എവിടെയും കാണാനില്ല. ശേഷം ഓഫീസിലേക്ക് പോയ ഇദ്ദേഹം കാർ ഓഫീസിന് മുന്നിൽ പാർക്ക് ചെയ്തതായി കാണുന്നു. തുടർന്ന് രാജേഷിനെ വിളിച്ചപ്പോൾ താൻ മരുന്ന് വാങ്ങാൻ പോയതാണെന്നും 10 മിനിറ്റിനുള്ളിൽ വരുമെന്നുമാണ് മറുപടി ലഭിച്ചത്. എന്നാൽ കോളിന് ശേഷം അയാൾ തിരിച്ചു വരികയോ വിളിക്കുകയോ ചെയ്തില്ല എന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞതായി പ്രമുഖ ഇന്ത്യൻ ഇംഗ്ലീഷ് പത്രമായ ഡെക്കൻ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജേഷിനെ കാണാനില്ലെന്ന് വ്യക്തമായതോടെ അദ്ദേഹം പോലീസിൽ പരാതിപ്പെടുന്നു. ഇതേ തുടർന്ന് പോലീസ് രാജേഷിനോട് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ കഴിഞ്ഞ 9-ാം തീയതി രാജേഷ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയും പോലീസ് കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്യുന്നു. തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഒരേ സമയം ഞെട്ടലും കൗതുകവും ഉളവാക്കുന്ന രഹസ്യം പുറത്തു വരുന്നത്. ബാങ്കിൽ നിക്ഷേപിക്കാൻ ഏൽപ്പിച്ച തുകയിൽ നിന്നും വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനായി ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്കടുത്ത് ചിലവഴിച്ചെന്നും കൂടാതെ ബാക്കിയുള്ള തുകയിലെ ഒരു ഭാഗം വിവിധ ക്ഷേത്രങ്ങളിൽ കാണിക്കയായി നിക്ഷേപിച്ചെന്നുമാണ് രാജേഷ് പോലീസിനോട് പറഞ്ഞത്. ഇതിൽ അന്വേഷണം നടത്തിയ ബംഗളൂരു പോലീസ് ക്ഷേത്രങ്ങൾക്ക് നൽകിയ പണം തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ്. അതേസമയം എത്ര രൂപ രാജേഷിൽ നിന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞെന്ന് റിപ്പോർട്ടിൽ പറയുന്നുമില്ല. 2024 ജനുവരി മുതൽ 2025 മാർച്ച് വരെ 675 വീട്ടുജോലിക്കാർ മോഷണം നടത്തിയതായി പോലീസ് കണക്കുകൾ വിലയിരുത്തുന്നു. കർണാടകയിൽ സ്ഥിരം ആശങ്കയായി തുടരുന്ന ഈ സംഭവത്തിൽ 85% ബംഗളൂരു, മംഗളൂരു, മൈസൂരു തുടങ്ങിയ നഗരങ്ങളിൽ നിന്നാണ്. സംസ്ഥാനത്ത് ഓരോ മാസവും ശരാശരി 45 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. വിശ്വസ്തതയുടെ പുറത്ത് വീടുകളിൽ നിയമിക്കുന്ന ജോലിക്കാർ സത്യസന്ധത നിറഞ്ഞ മറ്റുള്ള ജോലിക്കാർക്ക് വിലങ്ങുതടിയാകുന്നുണ്ടെന്ന് പറയാതെ വയ്യ. മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. വിഷ്ണു K. ബാലസുബ്രഹ്മണ്യൻ, ട്രൂവിഷൻ ന്യൂസ്.